നമസ്കാരം, സൂരജ് പാലക്കാരനാണ്. ചിലർ ചോദിക്കുന്നു, എവിടെയായിരുന്നു ഇത്ര വരെ? എത്തും കാണുന്നില്ലല്ലോ, എങ്ങ് പോയി, എവിടെ പോയി മറഞ്ഞു, എന്താണ്, ജീവിച്ചിരിപ്പുണ്ടോ എന്ന്? തീർച്ചയായിട്ടും ജീവിച്ചിരിപ്പുണ്ട്. അതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെയുള്ള രാഷ്ട്രീയ കോമരങ്ങൾക്കെതിരെ, മതക്കോമരങ്ങൾക്കെതിരെ സംസാരിച്ചത് കൊണ്ട് മാത്രം എൻ്റെ വാർത്ത, ട്രൂ ടി വിയുടെ വാർത്ത ഒരു 3 മാസമായി മുടക്കിക്കിടക്കുകയായിരുന്നു. കാരണം കേസുകൾ അനവധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നീ വാ തുറക്കരുത്, നീ വാ തുറക്കാൻ അർഹനല്ല, നീ വാ തുറന്നാൽ നിന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല, നിന്നെ മൂലക്കിരുത്തിയിരിക്കും, ഭീഷണിയാണ്. DYFI ഏറ്റുമാനൂർ ഘടകം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ എൻ്റെ 25ഓളം ലക്ഷം രൂപ വില വരുന്ന ഓഫീസിലെ ക്യാമറ, ലാപ്ടോപ്പ്, സിസ്റ്റം ഇതെല്ലാം പോലീസുകാരെടുത്തുകൊണ്ട് പോയിരിക്കും. എന്തിനാണെന്നറിയാം? തെളിവെടുപ്പ്. നവീൻ ബാബു മരിച്ചതിൻ്റെ പേരിൽ കാരണക്കാരിയായ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു രാക്ഷസി PP ദേവിക്കെതിരെ സൂരജ് പാലക്കാരൻ വാർത്തകൾ ചെയ്തു. തെറ്റാണ്, പാടില്ല. PP ദേവി